വളരെ മോശപ്പെട്ട ദിവസമാണ്. കണ്ട, ഒന്നുമില്ല. ഒരു പള്ളത്തി പോയിട്ട് ഒരു നന്തരി പോലും പിടിച്ചിട്ടില്ല. ഈ ഒരു ഞണ്ട് ഭാഗ്യം, ഇതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കേട്ടോ, ഇത്രയും സമയം മനസ്സ് വിഷമിച്ചു. ഹായ്, നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്ന് എവിടെയാണ് നിൽക്കുന്നത് അറിയണ്ടോ? നമ്മുടെ തോടിൻ്റെ കരയ്ക്കാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ വലയിടാൻ പോവുക, ഞാനും ചേട്ടനും കൂടെ. അപ്പം നമ്മുടെ വള്ളം ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ആ വള്ളം ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന്, കക്കാവാരൊന്നും ഇല്ല ഇപ്പം കേട്ടോ. കക്കാവരില്ല എന്ന് പറഞ്ഞാൽ ചേട്ടനൊരു ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ഉണ്ടായി, അതിൻ്റെ കൂടെ ഒരു നടുവേദനയും, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം വള്ളത്തെ പോകുന്നില്ല, കക്കാവാരൻ. അങ്ങനെ വള്ളം ഇന്നലെ കുറച്ചുകൂടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ്, നമ്മുടെ അടുത്തുകൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല, കലങ്ങിൻ്റെ അടുത്തൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല, കറങ്ങി തിരിഞ്ഞൊക്കെ വള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പം ആ വള്ളത്തിൽ ഇന്ന് വലയിടാൻ പോകാമെന്ന് ചോദിച്ചു. കുറേ നാളായി നമ്മൾ വള്ളത്തിൽ വലയിടാൻ പോയിട്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ വലയിടുന്നത് 2-3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അത് ചരുവത്തിലൊക്കെ ചേട്ടൻ തലച്ചുമടെ കൊണ്ടുപോയി വലയിടുന്നതായിരുന്നു. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. തലച്ചുമടയൊക്കെ അത് ചുമന്നുകൊണ്ട് പോകണ്ടേ. അപ്പം പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്നലെ പോയി വള്ളമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വള്ളത്തേലാണ് വലയിടാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വള്ളം ദാ ഇവിടെ കിടക്കുന്ന, നമ്മൾ നേരത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാനുള്ള ഒരു സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ഈ പന്നയൊക്കെ കിളിച്ച് കിടക്കുന്ന കാരണം നമ്മളിത് വെട്ടാത്തതാണ്. വേറെ അത് നമ്മുടെ പുരയിടത്തിൻ്റെ അതിൽ നിന്നോട്ടെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കയറാൻ വന്നത്. അപ്പോൾ ഈ ഒരു നിൽക്കുന്ന ഒരു കമ്പട്ടി മരം കേട്ടോ. അപ്പോൾ അതിൻ്റെ കമ്പ് ഇലയൊക്കെ വള്ളത്തിലോട്ട് ചാഞ്ഞ് കിടക്കുക. അപ്പോൾ ഇനി അത് സൂക്ഷിച്ച് വേണം കയറാൻ. ഞാൻ ആദ്യം വള്ളത്തിലോട്ടൊന്ന് കയറട്ടെ. അപ്പോൾ നമ്മൾ പോവുക കേട്ടോ. കുറേ കാലമായി നമ്മൾ ഈ വഴിക്കൊക്കെ ഇറങ്ങിയിട്ട് തന്നെ, ഈ ഭാഗം കണ്ടിട്ട് തന്നെ കുറേ നാളുകളായി. കൈക്കോല് വലയിട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നതിനും വേണ്ടി മാത്രമല്ല വലയിടുന്നത്, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഇല്ലേ, നമുക്കുള്ള ഉപജീവന മാർഗം കൂടിയാണ്. ഒരു ഞണ്ടോ അതുപോലെ തന്നെ കുറച്ച് മീനോ ഒക്കെ കിട്ടിയാൽ നമുക്ക് ഏറ്റവും വലിയ കാര്യം, കൊടുത്ത് പൈസ മേടിക്കാം, പിന്നെ നമ്മുടെ ആവശ്യവും നടക്കും. അതാ കാര്യം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത് കമ്പ് ഊന്നി നമ്മുടെ വല ഇവിടെ കെട്ടി നിർത്തിയിട്ട് പോകാം ഇല്ലേ. അപ്പം നമ്മളിവിടെ വലയിടാൻ പോവുക. അപ്പോൾ കണ്ടോ, ആ നിൽക്കുന്നുണ്ടോ പോസ്റ്റ് കണ്ടോ? ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺറോത്തുരുത്തിലെന്ന് പറഞ്ഞാൽ കൂടുതലും ഇവിടെ പോസ്റ്റൊക്കെ വെള്ളത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റ് ഇതുവരെ അങ്ങനെ മറ്റ് അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പോസ്റ്റ് യഥാ സമയങ്ങളിൽ അവർ മാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം മാറിയായിരുന്നില്ല ചേട്ടാ? ഇനി ഇങ്ങോട്ടുള്ള മാറാനുണ്ടല്ലോ കുറേയൊക്കെ. ആ ഒരു പോസ്റ്റ് മാറാനുണ്ട്. ആ, പായലുണ്ടോ? എവിടുന്നോ വന്ന പായലാ അത് ഇല്ലയോ? കായലിൽ വലയിടുന്നവർ വള്ളത്തിലിട്ട് തട്ടുന്നു. കാരണം മീൻ അടുത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ആ തട്ട് ഇവിടെ ചെറുതായി കേൾക്കാൻ പറ്റുന്നോന്ന് അറിയത്തില്ല. നമുക്ക് നല്ലതുപോലെ കേൾക്കാം. മീൻ പിടിക്കും, പിന്നെ വല കൊണ്ടിട്ടിട്ട് അവർ വള്ളത്തെ തട്ടും. അപ്പോൾ മീൻ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്.
കായലുവാരത്തൊക്കെ പോയി നിന്നാൽ നമുക്കത് കാണാൻ കഴിയും, ഇല്ലയോ? മീൻ അടുത്ത് വരാമെന്നുള്ളതാ അല്ലേ അത്? അകത്തിറങ്ങും ഇല്ലയോ, ചുറ്റിയിട്ടിട്ട്? അത് ശരി. ആ ആ അത് ശരി. വലിയ മീനൊക്കെ അല്ലേ? നമ്മളങ്ങനെ ചെയ്താലോ? കായലിൽ അങ്ങനെ വീഴത്തോളോ? തള്ളി വിടണോ ഞാനാ വെള്ളം? ആന്നോ? അതൊക്കെ ഇട്ടാ മതി. ഇതുണ്ടോ, ഇതൊരു തോടാ, അതിനകത്തോട്ടൊരു തോടാ. അതിനകത്ത് ഈ വാതിൽ ചെറിയൊരു വാതിലാട്ടോ, പക്ഷേ അതിനകം ഭയങ്കര ഒരു നല്ലൊരു കുറേ നീളമുണ്ട് ഇല്ലയോ? ഒരു 10-30 മീറ്റർ നീളത്തിലുള്ള, 30 മീറ്ററൊന്നും ആയിരിക്കത്തില്ല, ഒരു കുളവാണ്. കാട് ഫ്രണ്ടെല്ലാം കാട് കയറിപ്പോയി. മല നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഇട്ടിട്ട് കുരുക്കിളക്കാതിരുന്നയാന്നോ? ഇത് തുറന്നു കിടക്കുമെന്നല്ലേ ഈ കുളം? ചേട്ടാ, ഈ ഒരു കുളമായി തുറന്നു കിടക്കുമെന്നല്ലോ. ഇതിനകത്തോ? അങ്ങോട്ടൊരു തോടുണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ അതിൽ വലയിടാം, പുറത്തെ സൈഡിലൊക്കെ മാറ്റിയിടാം. തുറന്ന് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവർ വലയിടും കൂടെ. കാടായില്ലയോ? നല്ലതുപോലെ നല്ല കുളമായിരുന്നു അത്, മീൻ കൃഷി ചെയ്യുന്നൊരു കുളമായിരുന്നു. ഇതുണ്ടോ, ഇവിടെയുണ്ട് ഒരു പോസ്റ്റ്. ഇതൊക്കെ മാറാനുള്ള ഒരുപാട് പൊങ്ങി നിന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ. എല്ലാം വെള്ളത്തിലൂടെ അടിയിലോട്ട് പോകും, ഒരുപാട് അങ്ങത്താണ്. ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റും, എല്ലാം മാറ്റും, കുറേയൊക്കെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക. ആ ഭാഗം മൊത്തം മണ്ട പോയ തെങ്ങുകളാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത് മൺറോത്തുരത്തിലായിരുന്നു. നമുക്ക് വിറകൊന്നും മേടിക്കേണ്ടെന്ന് ആരുമില്ലായിരുന്നു. കൊതുമ്പും തൊണ്ട് ഓല ഇതൊക്കെ വെച്ച് നമുക്ക് തീ കത്തിക്കാം. അന്നൊന്നും ഗ്യാസ് സ്റ്റൗ ഒന്നും സമയമല്ലല്ലോ. ഇഷ്ടം പോലെ വിറക് നമുക്ക് വിൽക്കാനും കിട്ടും, തീയരിക്കാനും ഉണ്ട്. അതുപോലെ തന്നെ തേങ്ങയായാലും ഒക്കെ അടന്ന് വീണങ്ങ് കിടക്കും, ആരും പറക്കത്തും എടുക്കത്തൊന്നുമില്ല. പറക്കത്തും എടുക്കത്തില്ല, വീട്ടുകാർ വരത്തില്ല. അടന്ന് വീഴുന്ന അന്നന്ന് മറ്റുള്ളവർ പോയി പറക്കുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ അങ്ങനെ അപ്പുറം നമ്മുടെ വീടിൻ്റെ ഭാഗം മുഴുക്ക തെങ്ങുകളായിരുന്നു. ഇപ്പം തെങ്ങൊന്നും ഇല്ല, എല്ലാം മണ്ടപോയൊക്കെ നിൽക്കുക. ഉണ്ടോ, എവിടെ നോക്കിയാലും മണ്ടപോയ തെങ്ങുകളാണ് കാണാനുള്ളത്. കുറേ നാളായി നമ്മളിങ്ങോട്ട് വന്നിട്ടില്ലയോ? ചേട്ടൻ പിന്നെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വരയിട്ടത് ഇവിടെ ഇല്ലയോ? ഇല്ല, വലിയ ഞണ്ടൊക്കെ കിട്ടി. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊരു വലിയൊരു ഞണ്ടൊക്കെ സുജിത്തിൻ്റെ രുചിയുടെയും വീഡിയോയിൽ കണ്ടിരുന്നല്ലോ. അപ്പോൾ അത് ഈ തോട്ടിലിട്ട നമുക്ക് കിട്ടിയത്. അപ്പം അങ്ങ് ദൂരെ ഇതുണ്ടോ, നമ്മുടെ BSNL ഓഫീസിൻ്റെയും എയർടെലിൻ്റെയും ടവറാണ് കാണുന്നത്. അങ്ങ് ദൂരെ ഒരുപാട് ദൂരം കിടക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരത്തിലാണ് ഇവിടെ വന്നത്, ഒരുപാട് ദൂരം.
കായലിൻ്റെ സൈഡിൽ ഇതുപോലെ വലിയ വലിയ കണ്ടലുണ്ട് ഇല്ലയോ? അവിടെ ആ പടിഞ്ഞാറേ സൈഡ് ഈ തോടിൻ്റെ സൈഡിനും കായലിൻ്റെ ആ ആ അപ്പം അതിൻ്റെ കീഴിലൊക്കെ കക്ക കിടക്കുമല്ലോ അല്ലയോ? കക്ക അത് ശരി. നമ്മളങ്ങോട്ട് പോകുമ്പോൾ കുറേ ഒരു വിശാലമായ 2 കുളങ്ങളുണ്ട്, മീൻകുളം. അതിൽ ഒന്ന് അവരിപ്പോൾ ആ പടിഞ്ഞാറേ കുളത്തിൽ മീനുണ്ടോ? അത് വിടത്തില്ല അവർ. ലൈറ്റ് മീൻ പിടിക്കും. ഓ ശരി. ആ ആ ആ ഇപ്പം കോരുകാരങ്ങനെ ഇല്ലല്ലോ അധികം. മീനിനിപ്പം പരുവുണ്ടില്ലയോ? ഇപ്പം പരുവില്ല, വെള്ളം കൂടുതലല്ലേ. ഇത്രയും വെള്ളത്തിലാണ്. ഇനിയൊരു നല്ലൊരു വെള്ളപ്പറ്റ് വരും അടുത്ത മാസമൊക്കെ ആകുമ്പോൾ അല്ലേ? ഏപ്രിലൊക്കെ ആകുമ്പോൾ, ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ ഭയങ്കര വെള്ളപ്പറ്റ. ആ അത് തന്നെ. മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നല്ല വെള്ളപ്പറ്റ. അന്നേരം ഇവിടെങ്ങും ഇത്രയും വെള്ളമൊന്നുമില്ല. ഈ അടിയൊക്കെ നല്ലതുപോലെ നമുക്ക് അടിഭാഗം കാണാം. പ്ലാവ് ഇരിക്കുന്നുണ്ടോ? ദൂരെ നമ്മൾ വിചാരിക്കും പ്ലാവ് അതിൻ്റെ ഇല കാണുമ്പോൾ ഇല്ലയോ? നല്ല വെയിലായി കേട്ടോ. ഉദിച്ച് മേളിൽ കയറി. ഉണ്ടോ ഇടാൻ? കുറച്ചുണ്ടോ? ഇത്രയേ ഉള്ളോ? മുഖത്ത് നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര വെയിൽ. ഞാൻ തലയിലിടാൻ തോർത്തൊന്നും എടുത്തിട്ടില്ലായിരുന്നു. കുറച്ച് സമയത്തെ കാര്യമല്ല ഉള്ളു. അപ്പം അതുകൊണ്ട് ഈ തോടിൻ്റെ സൈഡിലെല്ലാം കണ്ട കുറ്റിയായിട്ടുള്ള എന്താ കണ്ടൽ നിൽക്കുന്നുണ്ടോ? കാരണം വളരെ സേഫ്റ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ മീനും കയറും, നമ്മുടെ ആ വരമ്പൊന്നും ഇടിഞ്ഞു പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടൽ വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടലിൻ്റെ കീഴിൽ മീൻ കയറി നിൽക്കത്തില്ലേ, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ തിരികെ പോവുക കേട്ടോ, വലയൊക്കെ ഇട്ട്. അപ്പോൾ ഇതുണ്ടോ ആ കണ്ടൽ ചെടി നിൽക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പാർക്കിലൊക്കെ ചെല്ലുമ്പോഴേ സൈഡിൽ ഡെക്കറേഷൻ ചെയ്ത് ചെടികൾ നടത്തില്ലേ, അപ്പോൾ അതുപോലെ ഉണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടോ. ആ താഴോട്ടുള്ള ആ വേരും അതുപോലെ തന്നെ മുകളിലോട്ടുള്ള ആ ശിഖരങ്ങളും അതിൻ്റെ ഇലയും ഒക്കെ ഒരു നല്ലൊരു ഭംഗിയില്ലയോ ഇത് കാണാൻ. ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണുമ്പം നമ്മളിലെ പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന അതേ ഒരു ഫീലാണ്. പാർക്കിലൊക്കെ ഇതുപോലെ തന്നെ എന്താ ഇതുപോലെ ചെടികൾ ഇങ്ങനെ നിരത്തി ഡെക്കറേഷൻ ചെയ്ത് നിർത്തുന്നത് അതൊരു ഭംഗിയാണ്. അത് ഇത്രയും ഭാഗത്തേ ഉള്ളൂ കേട്ടോ, ആ ചെറിയ തൈകൾ നിൽക്കുന്നത്. ആ ഒരു പുരാടക്കാരുടെ അത് വലിയ കണ്ടൽ ഒരുപാടുണ്ട്, അത് വർഷങ്ങൾ കൊണ്ടേ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വലയെടുക്കാൻ വൈകിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വീഡിയോ ഓഫാക്കാൻ പോവാം. അപ്പം ചെന്നിട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നിനി മീൻ കിട്ടി, നമുക്കിനി ഉച്ചക്കലത്തേക്കുള്ള കറിക്കൊന്നും ആകത്തില്ല. അപ്പം നമുക്ക് ഉച്ചക്കലത്തേക്ക് വേറെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് പോകാം. അപ്പം ഞങ്ങൾ വലയെടുക്കാൻ പോവുക. വലയിലൊന്ന് വലയാണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നോന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ വലയെടുക്കാൻ പോകും. ഇപ്പം സമയം 4:30 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോയി നമുക്ക് വല എടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മൾ വലയെടുക്കാൻ ആരംഭിച്ചു കേട്ടോ. വല മാത്രമേ ഉള്ളെന്ന് മിച്ചമെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെടുക്കാൻ തുടങ്ങിയതല്ലോ അപ്പോഴ് അതുകൊണ്ട് കുരുങ്ങിയല്ലോ എന്തിലോ. എടുത്ത് മാറ്റി
വെള്ളം തിരിച്ചു വിടിയേട്ടാ. അങ്ങോട്ട് എടുത്തു പോകാനൊക്കെ പറ്റുമോ അങ്ങനെ? ഒന്നുമില്ലെന്ന് തോന്നുന്നു, പാഴായിപ്പോയെന്ന് തോന്നുന്നു. നാലരയുടെ ട്രെയിൻ പോയിന്നാ. മെമ്മയില്ലേ പോയത്? ഇവിടെ നിർത്തിയത്. ഭയങ്കര വെയിൽ കേട്ടോ, ചെവിക്കല്ലിലോട്ട് അടിച്ചു കയറുന്നു. എന്നിട്ട് നമ്മുടെ വലയടിയിൽ മോശമായിപ്പോയി. ആദ്യമായിട്ടുള്ള മോശം, വളരെ മോശം. എന്ത് കേട്ടോ അത്? ചകിരിയോ? ഞാൻ വിചാരിച്ചു കൊഞ്ചാന്ന് കേട്ടോ. അത് കളാ എടുത്ത് അന്നേരം. മീൻ കാണത്തില്ലായിരിക്കും തൊടില്ലേ. ഇപ്പം വെള്ളം കൂടുതലല്ലേ, കുറേ നാളുകൊണ്ട് തണുപ്പും മഴ പെയ്ത് വെള്ളം വരുന്നതും ഒക്കെ ആയതുകൊണ്ട്. പക്ഷെ നല്ലൊരു കലക്കലൊക്കെ വരാമെന്നുണ്ടെങ്കിൽ മീൻ കിട്ടില്ലേ. അതുകൊണ്ട് ആ കണ്ടൻ്റെ ഒരു ചെറിയ ചെറിയ പള്ളത്തികളൊക്കെ കാണും ആ വേരിനടിയിൽ. ഇതൊക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് മീനൊന്നും കിട്ടണമെന്നില്ല. കായലിലിടുന്നവർക്കും പോലും മീൻ കിട്ടുന്നില്ല ഇല്ലയോ? മീനില്ല. പിന്നെ നമ്മൾ ഈ തോട്ടിലൊക്കെ ഇടുന്നവർക്ക്, ഈ പണി ചെയ്യുന്നവർക്ക് പോലും സ്ഥിരമായിട്ട് മീൻ കിട്ടത്തില്ല. കുറേ കമ്പും അതും ഇതുമൊക്കെ കുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ ഉള്ളെന്ന് തോന്നുന്നു. അതെന്തേട്ടാ? ഇല്ല പൊരി കാണുന്നത് ഞണ്ടിൻ്റെ പൊരിയാന്ന് തോന്നുന്നു. വലയെടുക്കുന്നതിൻ്റെ അല്ലയോ? പണ്ടിങ്ങനെ പൊരി കാണുമ്പോൾ ഞണ്ടിന് ചൂണ്ടയിടുമ്പോൾ അവിടെ ഞണ്ട് കിട്ടുമായിരുന്നില്ലയോ? ആ അതാ പൊരി കണ്ട് എത്ര ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. അതെ, വലയിട്ട് ഞണ്ട് വല ഇടുന്നുണ്ടാ. ചവറൊക്കെ കയറുന്നത് അന്നേരം അങ്ങ് എടുത്തുകളാം. പിന്നെ അന്നേരം താമസിച്ചാലും അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മീൻ കിട്ടില്ലേ. കുറച്ച് നാൾ കഴിയുമ്പോൾ മീനൊക്കെ പരുവായി വരുമ്പോൾ, പണ്ട് നമ്മൾ വലയിടാൻ വരുമ്പോൾ എന്നിട്ട് ഇവിടെ ഇത്രയും ഈ കണ്ടൽ ഇങ്ങോട്ട് വേരിറങ്ങിയിട്ടില്ലായിരുന്നു. ഈ വലയെടുത്ത് നമുക്ക് അപ്പുറത്തെ കണ്ടത്തിൽ നിന്നിട്ട് നോക്കിയാലോ? ഈ അപ്പുറത്തെ അതിൽ ആ കുരുക്കുണ്ടോ? മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങളിതുപോലെ വലയിടുന്ന വീഡിയോകളൊക്കെ
ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട് അല്ലേ. ഞങ്ങൾക്ക് മീൻ ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് മീൻ കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഇന്ന് വണ്ടി മീനും വന്നിട്ടില്ല. എല്ലാ ദിവസവും വണ്ടി മീൻ വരുന്നതാണ്. ഇതിലേ കയറി പോവല്ലോ. അതിൻ്റെ അടുത്തൂടെ അപ്പുറത്തൂടെ സൈഡിൽ കൂടെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതിലൂടെ നല്ല വഴി കിടക്കുന്നു. ആണോ? വല ഇടാൻ പോകാൻ വേണ്ടിയോ? അത് ശരി. ആ, ഒരു മീനെ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു പള്ളത്തി പോലും കുരുങ്ങിയിട്ടില്ല. അതാണ് സത്യം. ഇന്നത്തെ കൂലി ഇല്ല. കൂലിയില്ലാത്ത ജോലിയാണ് ഇന്ന് ചെയ്തത്. എന്താ കമ്പ് 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 ദേഹത്ത് തലയിൽ തട്ടും. അങ്ങ് ഇല്ലയോ? ഒരു പള്ളത്തിൽ പോലും മീനിട്ടില്ല കേട്ടോ. ഒരു നന്തല് പോലും മീനിട്ടില്ല. ഇന്നത്തെ ദിവസം വളരെ വളരെ മോശം. വളരെ മോശപ്പെട്ട ദിവസമാണ്. കണ്ട, ഒന്നുമില്ല. ഒരു പള്ളത്തി പോയിട്ട് ഒരു നന്തല് പോലും പിടിച്ചിട്ടില്ല. കിട്ടുമ്പോൾ നമുക്ക് ഇനി കിട്ടും മീനില്ലേ. അത് നമ്മൾ ആ വലയിട്ടതിൻ്റെ അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതുള്ള, അതുകൊണ്ട് ആ കണ്ടൻ്റെ അടിയിലോട്ട് കയറും. ഒട്ടും പ്രതീക്ഷിക്കാതുള്ള മീനാണ് കിട്ടിയത്. ഞണ്ട്, മീനത്ത് എത്ര എല്ലാം കൂടെ 10,000 രൂപയുടെ സാധനം ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ അതിനുശേഷം പിന്നെ വലയിട്ടിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. അതിനുശേഷം നമ്മൾ ഒരു ദിവസം അപ്പുറത്ത് കിഴക്കേ തോട്ടിൽ കൊണ്ടുവന്നിട്ടില്ലയോ? അതിലൊന്നുമില്ലായിരുന്നു. അതിലും ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല എന്നുള്ള മീനില്ല. ഉണ്ടെങ്കിൽ മീനുണ്ടെങ്കിൽ ഈ തോട്ടിൻ ഈ സൈഡിലുണ്ടല്ലോ, സൈഡിലൊക്കെ പള്ളത്തി ഒക്കെ നിൽക്കേണ്ടുന്നതാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പള്ളത്തി പോലും കാണാനില്ല. അതിൻ്റെ ആ വെളുത്ത പാട് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ പള്ളത്തിയൊക്കെ നിൽക്കേണ്ടുന്നതാണ്. ഒന്നുമില്ല അവിടെ. ഈ ഒരു ഞണ്ട് ഭാഗ്യം. ഇതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കേട്ടോ, ഇത്രയും സമയം മനസ്സ് വിഷമിച്ചു വന്നേ. നോക്കിക്കണ്ടോ, ആളാരാണെന്ന് നോക്കിക്കോ. കേട്ടോ, മതി, ഇത്രയും മതി കേട്ടോ. കറിക്കൊന്നും കിട്ടിയില്ലേലും കഴിഞ്ഞു. ഇത്രയും മതി. ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഓരോന്ന് കിട്ടിയാൽ മതി. ഞാനാണ് ഈ വീഡിയോ അങ്ങോട്ടൊന്ന് ഓഫാക്കാമെന്ന് കരുതിയപ്പോഴാണ് സംഭവം കുരുങ്ങി വെള്ളത്തെ കിടന്ന് കേട്ടോ. കണ്ടോട്ടെയാണോ നല്ലതാണോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും ആവട്ടെ. കണ്ടോ, ഇതുപോലൊരു ഭാഗ്യം. ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഇല്ല കേട്ടോ. കുറേയൊക്കെ ഒരു ഭാഗ്യം കിട്ടും. ഇയാളെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടങ്ങ് ഒന്നും കിട്ടാതിരുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സ് വിഷമിച്ചാൽ നാളെ വീഴണോ വേണോ, നാളെ ഇടാന്ന് പറഞ്ഞിട്ടും വേണ്ട എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ കേട്ടോ, ആളിനെ നമുക്ക് കിട്ടി. ഇയാൾ എൻ്റെ അടുക്കലോട്ട് വരാനുള്ള പണിയാണ് ചേട്ടാ. അയ്യോ ചില വലയങ്ങ് എടുത്തേട്ടാ. ഞാൻ അങ്ങോട്ട് വലിച്ചിട്ടു ചേട്ടാ. വരത്തില്ല സംഭവം. അയ്യോ അത് ഇളകി വീഴും ചേട്ടാ കേട്ടോ. വാട്ടറായ നമ്മുടെ കണ്ടത്തിലിട്ടേക്കണം. കൂട് കെട്ടി കയ്യിലൊന്നും ഇല്ലായിരിക്കും.
ബുധനാഴ്ച ഇന്ന് ചൊവ്വ. ചൊവ്വായതല്ലേ? ചൊവ്വയെന്നോ ബുധനാന്നോ എന്തോ അറിയത്തില്ല. ഇന്ന് ബുധനല്ലേ? വലയിട്. വെയിറ്റ് ഉണ്ടപ്പോഴേ ഞാൻ വെച്ചാൽ വള്ളത്തെ അടി കുരുങ്ങിയതായിരിക്കുമെന്ന്. വീഡിയോക്ക് ഒരെണ്ണം മതിയല്ലോ. സന്തോഷമായി. അതിലുപരി വരണമെങ്കിൽ കിട്ടിയില്ലെങ്കിലുള്ള ആ സങ്കടമേ അതൊന്ന് പറഞ്ഞറിയിക്കാനുള്ളതാണ്. അപ്പോഴേ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി രാവിലെ വലയൊക്കെ ഇട്ടതാണ്. അപ്പോൾ നമുക്കൊന്നും കിട്ടാഞ്ഞപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു കേട്ടോ രണ്ടുപേരും. അപ്പം ഇങ്ങനെ സങ്കടപ്പെട്ട് വന്ന് അപ്പോൾ എന്തായാലും നാളെ വീഡിയോ എൻ്റെ വല ഇടണം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ. അപ്പോൾ അഥവാ നാളെ എന്തായാലും കിട്ടും. രാവിലെ ഞങ്ങൾ വല കൊണ്ടിടുമ്പോൾ സമയത്ത് ഞങ്ങൾക്ക് കറിക്കുള്ള മീനെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് വലയിട്ടത്. പക്ഷെ നമുക്കൊന്നും കിട്ടത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ ആ ടെൻഷനൊക്കെ നകറ്റി നമുക്കൊരു നല്ലൊരു ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. അപ്പോൾ ഇവനെ ലാസ്റ്റ് അവനും ബൈ പറയുന്നുണ്ട് കേട്ടോ. എടാ ഞണ്ടൂട്ടാ ഒരു ബൈ പറയടാ. ഞണ്ടൂട്ടാ.